Hi friends, welcome to a new video from English with Asee. നമ്മുടെ ആ സീരീസ് ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസ് വളരെ നന്നായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നാം ഏകദേശം കുറേ ക്ലാസ്സുകൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് എടുത്ത് നോക്കുക, കാരണം ഇതെല്ലാം അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണ സംസാര ഭാഷയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സംസാര ഭാഷയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് സെൻറ്റൻസുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാം എന്നതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് 3-4 ക്ലാസ്സിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു, സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, സ്കൂളിലേക്ക് പോയിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പറയും എന്നതാണ്, അല്ലേ? അപ്പോൾ അതിനുശേഷം നാം മുമ്പ് പറയുന്ന, അതായത് പോയിരുന്നു, ഇപ്പോൾ ഉള്ളത് നമ്മൾ പഠിച്ചു. അതിനുശേഷം പോയിരുന്നു അല്ലെങ്കിൽ പോയി എന്നത് എങ്ങനെ പറയുമെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ, ഞാനിപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, ഐ ആം ഗോയിങ് ടു സ്കൂൾ, അല്ലെങ്കിൽ ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ എന്നതുപോലെ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് നിങ്ങളവിടെ വരുമ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നത് എങ്ങനെയാണ് പറയുന്നതെന്നാണ് നമ്മളിനി പഠിക്കുന്നത്. അപ്പോൾ വിവിധ രീതിയിലുള്ള സെൻറ്റൻസുകൾ ഫോം ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഏത് ലാംഗ്വേജും സംസാരിക്കാൻ കഴിയുള്ളൂ, അല്ലേ? അപ്പോൾ അതിൻ്റെ എളുപ്പത്തിലുള്ള ട്രിക്സ് ആൻഡ് ടിപ്സാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാ വീഡിയോസും ഒന്ന് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഓൾ എന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിനോടൊപ്പം ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ പറയാണ്, ഞാൻ സ്കൂളിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാം ഐ ഗോ ടു സ്കൂൾ എന്നതാണ്, അല്ലേ? അവൻ സ്കൂളിലേക്ക് പോകുന്നു എന്നാണെങ്കിൽ ഹീ ഗോസ് ടു സ്കൂൾ, അതായത് ഡു അല്ലെങ്കിൽ ഡസ് വെർബാണ് ഇവിടെ ഉപയോഗിച്ചത്. ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിൽ എന്താണ്? ഐ ആം ഗോയിങ് ടു സ്കൂൾ. അവൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ, അല്ലേ? അപ്പോൾ പോയിട്ടുണ്ട് എന്നത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അതിനോടൊപ്പം ആ ഓരോ സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോഴും ക്വസ്റ്റ്യൻസ് എങ്ങനെ ഉണ്ടാക്കാം, അതുപോലെ അതിൽ നിന്ന് നോട്ട് ചേർത്താൽ ഇല്ല അല്ലെങ്കിൽ അല്ല എങ്ങനെ പറയാം, ഇതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നത് പറയണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം, ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഐ ആം ഗോയിങ് ടു സ്കൂൾ, അല്ലേ? അപ്പോൾ ഇവിടെ ഗ്രാമർ എന്ന് പറയുന്നത് ബേസാണ്, അടിസ്ഥാനമാണ്. പക്ഷേ ഇവിടെ ഗ്രാമർ അല്ല ഞാൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഓരോ സെൻറ്റൻസുകൾ അതിൻ്റെ എക്സാമ്പിൾസായിട്ട് നിങ്ങൾ സൂക്ഷിച്ച് മനസ്സിൽ വെച്ചിരുന്നാൽ തീർച്ചയായും ക്രമേണ നിങ്ങൾക്കത് പെട്ടെന്ന് യൂസ്ഫുള്ളായിട്ട് വരും. ഗ്രാമർ പഠിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് താമസിക്കും. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നത് ഐ ആം ഗോയിങ് ടു സ്കൂൾ എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നതെങ്ങനെ പറയാം? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ പോയിരുന്നു എന്ന് പറയുമ്പം ഗോ എന്തായി അവിടെ, അല്ലെങ്കിൽ ഗോസ് എന്തായി? വെൻ്റായി മാറി. അല്ലെങ്കിൽ ഹെൽപ്പ് എന്നത് എന്തായി മാറി? എളുപ്പമുള്ളത് പറയാം, ഹെൽപ്റ്റായി, അതായത് ഡിഡ് വെർബായി, പാസ്റ്റ് വെർബായി. അപ്പോൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന വെർബിൻ്റെ എന്താണ്? പാസ്റ്റ് ഫോമിലേക്ക്, മുമ്പുള്ള ഫോമിലേക്ക് പോകണം. അപ്പോൾ അവിടെ എന്താണ്? പോയിക്കൊണ്ടിരിക്കുക ആയിരുന്നു. അപ്പോൾ ഈ ആയിരുന്നു എന്നതിന് നാം സാധാരണയായി ഉപയോഗിക്കുന്നത് എന്താണ്? വാസ് അല്ലെങ്കിൽ വെയറാണ്. ഓക്കെ, അപ്പോൾ ഐ ആം ഗോയിങ് ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നത് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാവുമ്പോൾ അവിടെ ആം എന്നത് മാറി വാസ് ആവണം. ഓക്കെ, ഐ വാസ് ഗോയിങ് ടു സ്കൂൾ. ഇനി ദേ ആർ ഗോയിങ് ടു സ്കൂൾ, അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എന്തായി മാറണം? ദേ വെയർ ഗോയിങ് ടു സ്കൂൾ, WERE വെയർ. അപ്പം അവർ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നായി മാറണം. ഓക്കെ, അപ്പോൾ ആണ് എന്നതിന് ആം ഈസ് ആറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആയിരുന്നു എന്നതിന് വാസ് അല്ലെങ്കിൽ വെയർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിന് അനുസൃതമായ മാറ്റങ്ങളാണല്ലോ നമുക്ക് വെർബിലും ഓക്സിലറി വെർബിലും ഒക്കെ വരേണ്ടത്. അപ്പോൾ ഇവിടെ ഐ എന്നുള്ളതിന് എന്താണ്? ഐ
വാസ് ഗോയിങ് ടു സ്കൂൾ. ഐ അല്ലെങ്കിൽ സിംഗുലർ ഫോംസ് വരുമ്പോൾ അവിടെ വാസ് പ്ലസ് ING ഫോം ഓഫ് ദ വെർബും, എന്നാൽ പ്ലൂറൽ വരുമ്പോൾ എന്താണ് യു, ദേ, അതുപോലെ ചിൽഡ്രൻ, സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോൾ എന്താണ് WERE വെയർ പ്ലസ് ING വെർബുമാണ്. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഓബ്ജക്റ്റ് ആണ് ഏതിന് ആയിരുന്നു, പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന പാസ്റ്റ് കണ്ടിന്യൂസ് ഫോം എന്ന് വരുമ്പോൾ. ഓക്കെ, ഇത് പണ്ടാണ് പക്ഷേ അത് കണ്ടിന്യൂസ് ആണ്, മുമ്പാണ് പക്ഷേ അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, ഞാൻ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ഹെൽപ്പിംഗ് മൈ മദർ. ഓക്കെ, ഇനി അവൻ്റെ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് ഹെൽപ്പിംഗ് ഹിസ് മദർ. നിൻ്റെ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യു വെയർ WERE യു വെയർ ഹെൽപ്പിംഗ് യുവർ മദർ. ഓക്കെ, പിന്നെയോ ഞാൻ, നീ, അവൻ, ദേ അല്ലെങ്കിൽ അവർ അവരുടെ അമ്മയെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ വെയർ ഹെൽപ്പിംഗ് ദെയർ മദർ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് വളരെ പെട്ടെന്ന് സെൻറ്റൻസുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെ പഠിച്ചു എന്ന് നോക്കുന്നു. സഹായിക്കുന്നു എന്നതിന് ഗോർഗോസാണ്. സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് ഈസ്, ആം, ആർ പ്ലസ് ഹെൽപ്പിംഗ് ആണ്. ഓക്കെ, ഇനി സഹായിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ ഹാസ് ഓർ ഹാവ് പ്ലസ് ഹെൽപ്ഡ് ആണ്. എന്നാൽ സഹായിച്ചിരുന്നു എന്നതിന് ഹെൽപ്ഡ് മാത്രമാണ്. എന്നാൽ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് വാസ് ഓർ വെയർ പ്ലസ് ഹെൽപ്പിംഗ് ആണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് വളരെ വിവിധ രൂപത്തിൽ എഴുതാനുള്ള സെൻറ്റൻസുകളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ മനസ്സിലാവുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് വളരെ എളുപ്പമാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നതിനെ നിങ്ങളൊന്ന് എല്ലാ ഫോമിലും ഒന്ന് എഴുതണം. എങ്ങനെയാണ്? ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണെങ്കിൽ എന്താണ് ഐ ടീച്ച് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണെങ്കിൽ ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണെങ്കിൽ ഐ ഹാവ് ടോട്ട് ഇംഗ്ലീഷ്. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നു. ഐ ടോട്ട് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ടീച്ചിങ് ഇംഗ്ലീഷ്. അപ്പോൾ ഇങ്ങനെ 5 ഫോംസിൽ നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു എക്സസൈസിൽ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ ഈ രീതിയിൽ 5 വിധത്തിലും എഴുതാൻ മലയാളവും ഒപ്പം ഇംഗ്ലീഷും എഴുതി നിങ്ങൾ ഇടുക എന്നുള്ളതാണ് ഇന്നത്തെ നിങ്ങളുടെ എക്സസൈസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അവൻ നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തത്, നീ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, അവൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ അവൻ നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഹി വാസ് റീഡിങ് എ നോവൽ എന്നെഴുതിയാൽ ഹി റീഡ്സ് എ നോവൽ, അവൻ നോവൽ വായിക്കുന്നു. ഹി ഈസ് റീഡിങ് എ നോവൽ, അവൻ നോവൽ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹി ഹാവ്സ് റെഡ് എ നോവൽ, അവൻ നോവൽ വായിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ വ്യത്യസ്തങ്ങളായി 5 സെൻറ്റൻസുകൾ നിങ്ങൾ എഴുതുക. അത് മറക്കാതിരിക്കുക. അപ്പോൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.